പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി ചരിത്രത്താളുകളിൽ പുതിയൊരു സുവർണാധ്യായം എഴുതി ചേർക്കാൻ അവരെത്തിക്കഴിഞ്ഞു. യൂറോപ്പിന്റെ നെറുകയിൽ ഫ്രഞ്ച് പടയുടെ അശ്വമേധത്തിനു മുന്നിൽ ശക്തമായ സ്പാനിഷ് കോട്ട കെട്ടി അവർ വിജയഭേരി മുഴക്കിയിരിക്കുന്നു. ടൂർണമെന്റിലുടനീളം ആക്രമണ ഫുട്ബോളിന്റെ തീപ്പൊരി ചിതറിച്ച കിലിയൻ എംബാപ്പയ്ക്കും സംഘത്തിനും ഇന്ന് കാലിടറി. കാരണം മുന്നിൽ നിന്നത് സാധാരണക്കാരല്ല, തന്ത്രങ്ങളുടെ തമ്പുരാക്കന്മാരായ സ്പാനിഷ് പടയാളികളായിരുന്നു. പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ അക്ഷരാർത്ഥത്തിൽ പൂട്ടിയിട്ട മാസ്മരിക മത്സരം. സ്പെയിൻ 2-0 ഫ്രാൻസിനെ തകർത്തുവിട്ട് ഇതാ രാജകീയമായി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു. കളി ആരംഭിച്ച് അധികം വൈകും മുൻപേ ഗ്യാലറിയെ ആവേശക്കടലാക്കി ആ ആദ്യ ഗോൾ പിറന്നു. ബോക്സിനുള്ളിൽ മാന്ത്രിക താരം ലാമിൻ യമാലിനെ ബാക്ക് ലുക്കാസ് ഫൗൾ ചെയ്യുന്നു. റഫറി ഒട്ടും മടിക്കാതെ പെനാൽറ്റി ബോക്സിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഗ്യാലറിയിൽ കനത്ത നിശബ്ദത. സമ്മർദ്ദത്തിന്റെ ആ നിമിഷത്തിൽ, നെഞ്ചിടിപ്പിന്റെ ആ സെക്കൻഡുകൾക്കുള്ളിൽ കിക്കെടുക്കാൻ വന്നത് മറ്റാരുമല്ല, മിക്കേൽ ഒയർസബാൽ. ലക്ഷ്യബോധത്തോടെ അദ്ദേഹം പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ ഫ്രഞ്ച് ഗോളിക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആദ്യ പകുതി സ്പെയിനിന് സ്വന്തം. പക്ഷെ അവർ അവിടെയും നിർത്തിയില്ല. 58-ാം മിനിറ്റിൽ സ്റ്റേഡിയം വീണ്ടും ഒരു വിശ്വരൂപത്തിന് സാക്ഷ്യം വഹിച്ചു. ബോക്സിന് പുറത്തുനിന്ന് പന്തുമായി കുതിച്ചുപാന പെഡ്രോയിൽ നിന്ന് ഡാനി ഒൽമോയിലേക്ക്, അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും മിന്നൽ വേഗത്തിൽ ബോക്സിലേക്ക് ഓടിയെത്തിയ പെഡ്രോയുടെ സുന്ദരമായ ഒരു ഫിനിഷിംഗ് കൂടി. ഫ്രഞ്ച് പട അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോയ നിമിഷം. സ്പെയിൻ 2, ഫ്രാൻസ് 0. പിന്നീട് മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ ഫ്രാൻസിനായില്ല. കേപ്പ് വെർദെയോട് സമനിലയിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ പതറി തുടങ്ങിയവർ പിന്നീട് സൗദിയെയും യുറുഗ്വേയെയും ഓസ്ട്രിയയെയും പോർച്ചുഗലിനെയും ബെൽജിയത്തെയും വെട്ടിനിരത്തി. ഇതാ ഫൈനൽ ടിക്കറ്റും വാങ്ങി വിജയക്കൊടി പാറിച്ചു നിൽക്കുന്നു. ബെൽജിയത്തോട് മാത്രമാണ് അവർ ടൂർണമെന്റിൽ ഒരു ഗോൾ വഴങ്ങിയതെന്ന് സ്പാനിഷ് പ്രതിരോധത്തിന്റെ കരുത്ത് വിളിച്ചോതുന്നുണ്ട്. ഇനി ഫുട്ബോൾ ലോകത്തിന് ഒരേ ഒരു ചോദ്യം മാത്രം: ഫൈനലിൽ സ്പെയിനിന്റെ ചക്രവർത്തിമാരെ നേരിടാൻ വരുന്നത് ആരായിരിക്കും? ഇംഗ്ലണ്ടോ അതോ അർജന്റീനയോ? ആര് വന്നാലും നേരിടാൻ സിംഹാസനമൊരുക്കി സ്പെയിൻ കാത്തിരിക്കുകയാണ്. പൊരുതി വീഴാൻ ആര് വന്നാലും പോരാട്ടം കനക്കും. കാത്തിരിക്കാം കാൽപന്തിന്റെ പുതിയ രാജാക്കന്മാരുടെ ആ മഹാ കിരീടധാരണത്തിനായി.